ലോട്ടറി, ബിവറേജസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്നുള്ള വരുമാനം മാത്രമേ സംസ്ഥാനത്തിന് ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയും കടം വാങ്ങാനുള്ള അവകാശത്തിൽ നിന്ന് കൈവയ്ക്കുകയും ചെയ്യുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളെ പിഴിയാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ബസ്സുകൾ ഓടിക്കുന്ന പദ്ധതി കൊണ്ടുവരും. KSRTC തന്നെ വേണമെന്നില്ല, സ്വകാര്യ ബസ് ആയാലും മതി. പദ്ധതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും. അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമായത് മാറുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ സിനിമാ മന്ത്രിയായി സജി ചെറിയാൻ തുടരും. സിനിമാ വകുപ്പ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം CPM തള്ളി. ഗണേഷ് കുമാറിന് ഗതാഗതം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖവും നൽകും. CPM മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ CPI മന്ത്രിമാർക്ക് വകുപ്പ് മാറ്റം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. CPIക്ക് അനുവദിച്ച വകുപ്പുകൾ മാത്രമായിരിക്കും ഈ മാറ്റം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സിനിമാ വകുപ്പ് കൂടി നേടാനുള്ള ഗണേഷ് കുമാറിന്റെ നീക്കം തടഞ്ഞത്. സിനിമാ വകുപ്പ് CPMൽ നിന്നും ഏറ്റെടുക്കാനുള്ള ചില സിനിമാക്കാരുടെ ഗൂഢാലോചന ഇത് പിന്നിലുണ്ടോ എന്ന് CPM സംശയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാൻ വകുപ്പ് നിലനിർത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും സജി ചെറിയാൻ അനുകൂലമായി ലഭിച്ചു. കടന്നപ്പള്ളിക്ക് തുറമുഖം നൽകും. ദേവസ്വം ബോർഡിൽ K രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരും. സജി ചെറിയാനും രാധാകൃഷ്ണനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് അധിക വകുപ്പുകൾ ഗണേശിനും കടന്നപ്പള്ളിക്കും നൽകാത്തത്. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുന്നണി ധാരണ പ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ച ഒഴിവിലേക്കാണ് രണ്ടുപേരും മന്ത്രിമാരായി എത്തുന്നത്. പൊതുഗതാഗത രംഗത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരണം നടത്തിയിരുന്നു. ഇടതുമുന്നണി സർക്കാരിന് അഭിമാനകരമാകുന്ന കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ജനങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അത്ഭുതങ്ങൾ നടത്താൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത വകുപ്പാണ് അറിയിച്ചത്. മറ്റ് വകുപ്പുകളില്ല. ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പുകളാണ് തനിക്ക് തന്നിരിക്കുന്നതെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. KSRTC വളരെ മോശം അവസ്ഥയിലാണ്. ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും, അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക എന്നതാണ് ലക്ഷ്യം. വരവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെലവ് നിയന്ത്രണം കൊണ്ടുവരിക. KSRTCയുടെ ഒരു പൈസ ചോർന്നു പോവാതെയുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുകയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.